നടന്നു വരുന്ന ഈ ധമ്മപദയാത്ര ഈ വർഷവും വളരെ ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പദയാത്ര തുടങ്ങിയ വർഷം ഇതേ വേദിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പക്ഷേ അന്ന് വളരെ ഭയാനകമായൊരു മഴ ആയിരുന്നു. എല്ലാവരുടെയും ആശംസങ്ങളിലേക്ക് എത്തിക്കേണ്ടി വന്നു. ഈ സമയത്തൊക്കെ മഴയാണ്. അതിനുശേഷം മഴ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു ഈ കാലഘട്ടം. ഇപ്പം പ്രകൃതി നമുക്ക് വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ധമ്മപദയാത്രയുടെ ആവശ്യത്തെക്കുറിച്ച് മുഖ്യ പ്രഭാഷകൻ സംഘശീല അവതരിപ്പിക്കുകയുണ്ടായി. മനുഷ്യൻ്റെ ജീവിതം വളരെ ദുഃഖം നിറഞ്ഞതും ഒപ്പം തന്നെ സന്തോഷത്തോടു കൂടിയുള്ളതും ഒക്കെയാണ്. ആ ജീവിതത്തിൽ അതിനെയൊക്കെ നമ്മൾ എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളത് ബുദ്ധൻ്റെ സിദ്ധാന്തവുമായിട്ട് അത് ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് മറ്റ് മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രവർത്തനശീലം ബുദ്ധമതത്തിൽ കൊണ്ടിരിക്കുന്നത്. മറ്റു മതങ്ങളും ബുദ്ധമതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ചിട്ടുള്ള ബുദ്ധമാർഗം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഈശ്വരന്റെ അനുഗ്രഹം ആവശ്യമില്ല. സാധാരണ മറ്റു മതങ്ങളിൽ അതിൻ്റെ മേൽപ്പാറ്റാൻ നിൽക്കുന്നത് ഈശ്വരൻ. ഈശ്വരൻ എത്തിച്ചേരുന്നതിന് വേണ്ടി സങ്കീർണങ്ങളായ കർമാനുഷ്ഠാനങ്ങൾ അവിടെ ആവശ്യമുണ്ട്. നേരിട്ട് നമുക്ക് ഈ മൂന്നാമത്തിലൂടെ എത്താൻ പറ്റില്ല. ഇടയിൽ കുറേ സങ്കീർണങ്ങളായ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് നടപ്പിലാക്കണം. മൂന്നാമതായി നമുക്ക് ജീവിക്കണമെങ്കിൽ മൂന്നാമതൊരാളിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് അത് ബുദ്ധിസ്റ്റുകൾക്ക് മറ്റു മതങ്ങൾക്ക് മൂന്നാമതൊരാളിനെ ആവശ്യമുണ്ട്. ഇതൊന്നും കൂടാതെ സദാചാരത്തിൻ്റെ മാർഗത്തിലൂടെ ലൗകിക ജീവിതം സുഖപ്രദമാക്കുവാൻ സിദ്ധിച്ചിരിക്കുന്ന മാർഗമാണ് ബുദ്ധമതത്തിലുള്ളത്. എന്താണ് ലൗകികമായ ജീവിതം പറഞ്ഞോണം? ലൗകികമായ ജീവിതത്തിൽ ഉയർച്ചകളുണ്ട്, താഴ്ചകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. ഇവയെ നേരിടുന്നതിന് വേണ്ടി മനസ്സിനെ പ്രാപ്തമാക്കുന്ന ഒരു സിദ്ധാന്ത രീതിയാണ് ബുദ്ധമാർഗം കാഴ്ചവെക്കുന്നത്. ആ ബുദ്ധ മാർഗത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് ചില നിബന്ധനകളും പ്രാക്ടീസുകളുമുണ്ട്. ആ പ്രാക്ടീസുകളെ ഇതിനു വേണ്ടി നമ്മൾ പാലിക്കുന്നു. പഞ്ചശീലം, അഷ്ടാംഗമാർഗം, 10 പാരമിതകൾ, ഇവയൊക്കെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നേരിടേണ്ടിയിരിക്കുന്നു, മനസ്സിനെ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള മാർഗങ്ങളാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ള പഞ്ചശീലങ്ങൾ, അഷ്ടാംഗമാർഗങ്ങൾ, 10 പാരമിതകൾ ഒക്കെ, 10 സൽഗുണങ്ങളൊക്കെ നല്ല മാർഗങ്ങളാണ്. അതിനൊക്കെ ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ആരുടെയും സഹായമില്ലാതെ സ്വയം ജീവിക്കുവാൻ പ്രാപ്തരായി ജീവിക്കുവാൻ നമുക്ക് വേണ്ട കഴിവ് നാം ഓരോരുത്തരും സ്വന്തമായി നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പ്രാക്ടീസ് അല്ലാതെ നമുക്ക് ഈ മാർഗത്തെ സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മനസ്സിനെ പക്വമാക്കാത്ത ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല. അതിനുവേണ്ടി മനസ്സിനെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഭഗവാൻ പറഞ്ഞുകൊണ്ടുള്ള സിദ്ധാന്തങ്ങൾ പാലിക്കുക, അത് ജീവിതത്തിൽ പാലിക്കുക, അത് നമ്മൾ ജീവിതം സന്തോഷപ്രദമായി ജീവിക്കുക. അക്ഷര ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ധനം കയ്യിലുണ്ടെന്നിരിക്കും.
ആ ധനം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒന്നിൽ ചിലപ്പം പല ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. കള്ളനോ അല്ലെങ്കിൽ എങ്ങനെയോ ആ പണം നഷ്ടപ്പെട്ടു. ആ പണം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക വ്യഥ, മാനസിക ദുഃഖം നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നിൽ നിങ്ങളുടെ മകളുടെ വിവാഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓപ്പറേഷൻ വെച്ചിരുന്ന പൈസ, ആ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സിൻ്റെ വികാരങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു. ആ വികാരങ്ങൾ നിങ്ങളെ ദിവസങ്ങളോളം നിങ്ങളുടെ മനസ്സിനെ അലട്ടുകയും നിങ്ങളുടെ കുടുംബത്തെ അത് ബാധിക്കുകയൊക്കെ ചെയ്യും. മറിച്ച് നിങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ പൈസ നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പൈസ മിച്ചമുണ്ടായി. ആ പൈസ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ പലതരത്തിൽ സഹായിക്കുക. രോഗങ്ങൾക്ക് വേണ്ടി അവരെ സഹായിക്കുക, ഭക്ഷണം മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു തരത്തിലെ മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി ആ പൈസ വിനിയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ വികാരവും ആ നഷ്ടപ്പെട്ടു പോയ വികാരങ്ങളെ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുക. എന്നാൽ നിങ്ങളുടെ മാനസികമായ ആ ജീവിതത്തെ നിങ്ങൾ എങ്ങനെ ബാധിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ തുച്ഛമായി നമ്മുടെ നമ്മിൽ എപ്പോഴും കണ്ടിരിക്കാവുന്ന അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തുല്യതയിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കും എന്താണ് സന്തോഷവും ദുഃഖം തമ്മിലുള്ള വ്യത്യാസം. ദുഃഖത്തിലൂടെ നമ്മുടെ മാനസികവും ശാരീരികവും കുടുംബപരവുമായ നാശത്തിന് വകവരുത്തുന്നു. മറിച്ച് ഒരു ചെറിയ സന്തോഷം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നിങ്ങളുടെ ചിന്തയെയും അത് വളരെയേറെ മുന്നിലേക്ക് കൊണ്ടുപോകും. ഈ ചെറിയ ഉദാഹരണങ്ങളിൽ കൂടി നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് പറയാനുണ്ട്. അവിടെയാണ് കരുണയും മൈത്രിയും സ്നേഹവും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞോണം അത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഈ യോഗത്തിലെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിക്കപ്പെട്ട സംഘാടകർക്കും ദൃശ്യാൽ ശ്രീ ഇ എൻ മാമോണ്ടും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി കടപ്പാട് അർപ്പിച്ചു. ജയ് ഭീം.